ജ്യോതിഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സർക്കാർ ജോലി ആർക്കൊക്കെ കിട്ടും, എപ്പോൾ കിട്ടും, എങ്ങനെ കിട്ടുമെന്ന് നിങ്ങൾക്ക് സ്വയം നോക്കാം. നിങ്ങളുടെ ഗ്രഹനില എടുത്തിട്ട് സ്വയം നോക്കാം. അതിനുള്ള ട്രിക്കുകളാണ് ഞാൻ പറയുന്നത്. എന്നോട് എല്ലാവരും ചോദിക്കുന്നതാണ്, എനിക്ക് സർക്കാർ ജോലി കിട്ടുമോ, ഇനിയും കാത്തിരിക്കണം എന്നൊക്കെ ചോദിച്ചാണ്ടാണ് ഓരോരുത്തർ വിളിക്കുന്നത്. അപ്പോൾ അവർക്ക് സ്വയം നോക്കാനുള്ളൊരു ട്രിക്കാണ് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. നിങ്ങളുടെ ഗ്രഹനിലയിൽ നോക്കുക. ഒരു 6 ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് ട്രിക്കുകൾ നോക്കാനുണ്ട്. ഒരു 6 ഞാൻ പറഞ്ഞുതരാം. രവിയും കുജനും ബലവാനായി നിൽക്കുക ഗ്രഹനിലയിൽ. അപ്പോൾ ഗവൺമെന്റ് ജോലിക്കുള്ള സാധ്യത ഉണ്ട്. അതായത് കുജൻ സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണ്, രവിയാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ജോലിയാണ്, ഒക്കെ യൂണിഫോം ജോബാണ്. പിന്നെ ശനിയാണ്. ശനി എന്ന തൊഴിലിന്റെ കാരകനാണ്. ഇവർ മൂന്നാളും ബലവാനായി നിന്നാലും സർക്കാർ ജോലി ലഭിക്കും. ഇവർ വക്രത്തിലോ മൗഢ്യത്തിലോ നീചത്തിലോ ഒന്നും ആവരുത്. നീചഭംഗത്തിലാണെങ്കിൽ ജോലി കിട്ടും. നീചഭംഗം എന്ന് പറഞ്ഞാൽ നീചത്തിലുള്ള സമയത്ത് അവർക്ക് കൂടെ ശുഭഗ്രഹങ്ങൾ നിന്ന നീചഭംഗമാവും. രണ്ടാമത്തെ പറഞ്ഞാൽ ലഗ്നത്തിന് ബലമുണ്ടാകണം. ലഗ്നത്തിന് ബലം ഉണ്ടാകുന്ന ഇത് ലഗ്നാണ് ആയിരിക്കുക, ഗുരുവിന്റെ ക്ഷേത്രമാണ്. ലഗ്നത്തിൽ തന്നെ ലഗ്നാധിപൻ നിൽക്കുക. ഇവിടെ ലഗ്നാധിപൻ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇതിന് ബലം ഉണ്ടാവും. അല്ലെങ്കിൽ ലഗ്നാധിപന്റെ ദൃഷ്ടി ലഗ്നത്തിൽ കണ്ടാലും മതി, അപ്പോഴും ലഗ്നത്തിന് ബലമുണ്ടാകും. അല്ലെങ്കിൽ ലഗ്നത്തിക്ക് ഗുരുവിന്റെ അല്ലെങ്കിൽ ശനിയുടെ ഒക്കെ ദൃഷ്ടി വന്നാലും ബലം ഉണ്ടാകും. പിന്നെ ലഗ്നാധിപന്റെ കൂടെ ശുഭഗ്രഹങ്ങൾ നിന്നാലും ബലം ഉണ്ടാകും. മൂന്നാമത് പറയാനുള്ള രവിയും ബുധനും അല്ലെങ്കിൽ രവി ഗുരു ലഗ്നത്തിന്റെ ത്രികോണത്തിൽ നിൽക്കണം. ത്രികോണം എന്ന് പറയുമ്പോൾ 5ലും 9ലും. അതായത് ഇത് ലഗ്നാണെങ്കിൽ 5ാം ഭാവത്തിൽ രവിയും ബുധനും നിൽക്കണം, അല്ലെങ്കിൽ രവിയും ഗുരു നിൽക്കണം, അല്ലെങ്കിൽ 9ാം ഭാവത്തിൽ രവിയും ബുധനും നിൽക്കണം, അല്ലെങ്കിൽ രവിയും ഗുരു നിൽക്കണം. അങ്ങനെ വന്നാലും ജോലി കിട്ടും. നാലാമത് പറയാനുള്ളത് ലഗ്നത്തിന്റെ കേന്ദ്രങ്ങളിൽ കുജനോ ഗുരുവോ ശുക്രനോ ബുധനോ നിൽക്കുക. ലഗ്നത്തിന്റെ കേന്ദ്രം എന്ന് പറയുമ്പോൾ ഒന്ന് ഇവിടെ നിൽക്കണം, അല്ലെങ്കിൽ ഇവിടെ നിൽക്കണം, അല്ലെങ്കിൽ ഇവിടെ വരണം. ഇവിടെ ശുക്രനോ ബുധനോ ഗുരുവോ കുജനോ ഏതെങ്കിലും ഒന്നിവിടെ നിൽക്കുക, അല്ലെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ ഇവിടെ. ഇങ്ങനെ 4, 7, 10 ഇവർ 3 പേരും നിൽക്കണം. പിന്നെ അഞ്ചാമത് പറയാനുള്ളത് ലഗ്നത്തിൽ നിന്ന് 11ാം ഭാവത്തിൽ ശനിയും രവിയും ബലവാനായി നിന്നാലും സർക്കാർ ജോലി കിട്ടും. ആറാമത് പറയാനുള്ളത് 1ാം ഭാവാധിപനും 5ാം ഭാവാധിപനും 10ാം ഭാവാധിപനും ഒരുമിച്ച് നിൽക്കണം. അല്ലെങ്കിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ദൃഷ്ടിയോ ഉണ്ടാവണം. അല്ലെങ്കിൽ ഒന്നാം ഭാവാധിപൻ എന്ന് പറഞ്ഞാൽ ഗുരു, 5ാം ഭാവാധിപൻ എന്ന് പറഞ്ഞാൽ ഇവിടെ രവിയായിരുന്നു. രവി ഇവിടെ തന്നെ വരണം. 10ാം ഭാവാധിപനും ഗുരുവാണ്. ഗുരു അവിടെ തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നാലും മതി. പിന്നെ അല്ലെങ്കിൽ ഇവർ 3 പേരും ഒരുമിച്ച് ഇവിടെ എവിടെയും നിന്നാലും സർക്കാർ ജോലിക്കുള്ള യോഗം തന്നെ. അല്ലെങ്കിൽ ഇവർ 3 പേരും ദൃഷ്ടിയോ 3 പേരും യോഗം ചേർന്നോ, പിന്നെ ഈ ഗുരു രവി ഇവിടെ ഗുരു ഇവിടെ അങ്ങനെ നിന്നാലും കിട്ടും.